അപ്പോൾ നമുക്ക് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് അടുത്തായി പഠിക്കാം. ഈ പാട്ടിൽ നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ് പറയാൻ പോകുന്നത്. എല്ലാം പഠിക്കണമെന്നില്ല, പക്ഷേ അത്യാവശ്യം ഒരു പ്രാവശ്യം നമുക്ക് കാണുമ്പോഴത്തേക്ക് ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആണെന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവണം. അതിനുവേണ്ടി വായിക്കാം. ആത്മോപദേശ ശതകം, ചിദംബരാഷ്ടകം, അദ്വൈത ദീപിക, ജാതി നിർണയം, കുണ്ടലിനി പാട്ട്, ശിവശതകം, വിനായകാഷ്ടകം, ശ്രീകൃഷ്ണ ദർശനം, നിർവൃതി പഞ്ചകം, ഇന്ദ്രിയ വൈരാഗ്യം, ദൈവദശകം, ദർശനമാല, ജാതിലക്ഷണം, ജീവകാരുണ്യ പഞ്ചകം, ചിജ്ജട ചിന്തനം, അനുകമ്പാദശകം, കാളീനാടകം, ജാതി മീമാംസ, ജനനി നവരത്നമഞ്ജരി, ആത്മവിലാസം. ഇതിൽ നമുക്ക് പരിചയമുള്ള ചിലതുണ്ട്. ആത്മോപദേശ ശതകമുണ്ട്, അദ്വൈത ദീപികയുണ്ട്, കുണ്ടലിനി പാട്ടുണ്ട്, പിന്നെ ശതകമുണ്ട്, പിന്നെ അതുപോലെ ദർശനമാലയുണ്ട്, ദൈവദശകമുണ്ട്, അനുകമ്പാദശകമുണ്ട്, ആത്മവിലാസമുണ്ട്. ഇതൊക്കെ നമുക്ക് ഓൾറെഡി കുറച്ച് പരിചയമുള്ള രചനകളാണ്. അപ്പോൾ എല്ലാം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഈ രചനകളെ സംബന്ധിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ് പഠിക്കേണ്ടത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ രചന എന്നറിയപ്പെടുന്നത് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ടാണ്. അപ്പോൾ ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ രചന. ആത്മോപദേശ ശതകം രചിച്ചത് 1897 ദൈവദശകൻ രചിച്ചത് 1914. അപ്പം ഗുരു ആത്മോപദേശ ശതകം രചിച്ച വർഷം 1897 ദൈവദശകം രചിച്ചത് 1914. 2014 100 വർഷം ആഘോഷിച്ച ഗുരുവിൻ്റെ കൃതി ദൈവദശകമാണ്. അപ്പോൾ 1914 ദൈവദശകം രചിച്ചു. 2014 ആയപ്പോൾ 100 വർഷം എടുത്തു. ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം നടത്തിയ തമിഴ് ഗ്രന്ഥം, അപ്പം മൊഴിമാറ്റം നടത്തി എടുത്ത തമിഴ് ഗ്രന്ഥം തിരുക്കുറലാണ്. തിരുക്കുറൽ നമുക്ക് വളരെ ഫേമസ് ആണ്. തിരുക്കുറൽ തിരുവള്ളുവർ രചിച്ച ഒരു തമിഴ് ഗ്രന്ഥമാണ്. അത് ശ്രീനാരായണ ഗുരുവാണ് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നൽകിയത്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച രചന, ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടി ശ്രീനാരായണ ഗുരു രചിച്ചതാണ് നവമഞ്ജരി. അദ്വൈത വേദാന്ത തത്വങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്ന കൃതി ദർശനമാലയാണ്. അപ്പം അദ്വൈത ദർശനങ്ങൾ എന്ന് ആലോചിച്ചാൽ മതി. അപ്പം അദ്വൈത വേദാന്ത തത്വങ്ങൾ ദർശനമാലയിലാണ്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ചത് നവമഞ്ജരിയാണ്. ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത, ട്രാൻസ്ലേറ്റ് ചെയ്ത മറ്റ് കൃതികൾ പറയുകയാണെങ്കിൽ ഈശോവാസ്യോപനിഷത്തും ഒഴിവിലൊടുക്കവും, ഇത് രണ്ടുമാണ് ശ്രീനാരായണ ഗുരു എന്ത് ചെയ്തത്, വിവർത്തനം ചെയ്തത്. നേരത്തെ ഒരു വിവർത്തനം പറഞ്ഞു, തമിഴ് ഗ്രന്ഥം തിരുവള്ളുവർ എഴുതിയ തിരുക്കുറൾ. അപ്പം ഈശോവാസ്യോപനിഷത്തും ഒഴിവിലൊടുക്കവുമാണ് ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത മറ്റ് കൃതികൾ. ഇനി ഗുരു തമിഴിൽ രചിച്ച കൃതിയുണ്ട് തേവരപ്പതികങ്ങൾ. വളരെ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യനാണ്. ഗുരു തമിഴിൽ രചിച്ചത് തേവരപ്പതികങ്ങൾ. അപ്പം തമിഴിൽ നിന്നും മൊഴിമാറ്റം നടത്തിയത് തിരുക്കുറലും, ഗുരു തമിഴിൽ രചിച്ചത് തേവരപ്പതികങ്ങളും. ശ്രീനാരായണ ഗുരു സംസ്കൃതത്തിൽ രചനകൾ നടത്തിയത് ദർശനമാല, നിർവൃതി പഞ്ചകം, ചിദംബരാഷ്ടകം, വേദാന്ത സൂത്രം. ഇത് ദർശനമാല നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, അദ്വൈത വേദാന്ത തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന രചനയാണ് ദർശനമാല. പിന്നെ നിർവൃതി പഞ്ചകം, ചിദംബരാഷ്ടകം, വേദാന്ത സൂത്രം എന്നിവയൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ സംസ്കൃതത്തിലുള്ള രചനകളാണ്. ഇനി നമുക്ക് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള ഒരു സിനിമയെക്കുറിച്ച് പഠിക്കാം. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള ഒരു ആദ്യ സിനിമ, ആ സിനിമയുടെ പേരും ശ്രീനാരായണ ഗുരു എന്ന് തന്നെയാണ്. അത് P.A. ബക്കർ എന്ന വ്യക്തിയാണ് സംവിധാനം ചെയ്തത്. അപ്പോൾ ശ്രീനാരായണ ഗുരു എന്ന പേരിൽ ആദ്യമായി സിനിമ ചെയ്തത് P.A. ബക്കറാണ്. ഗുരു എന്ന നോവൽ രചിച്ചത് K. സുരേന്ദ്രനാണ്. അപ്പോൾ ഗുരു എന്ന നോവൽ രചിച്ചത് K. സുരേന്ദ്രനാണ്. ഗുരുവിൻ്റെ ദുഃഖം എന്ന കൃതി രചിച്ചത് സുകുമാർ അഴീക്കോടാണ്. അപ്പം ഗുരു എന്ന നോവൽ രചിച്ചത് K. സുരേന്ദ്രനും ഗുരുവിൻ്റെ ദുഃഖം രചിച്ചത് ആരാണ്, സുകുമാർ അഴീക്കോടുമാണ്. നാരായണം എന്ന നോവൽ രചിച്ചത് പെരുമ്പടവം ശ്രീധരനാണ്. ഓക്കെ, പെരുമ്പടവം ശ്രീധരൻ ആണ് നാരായണം എന്ന നോവൽ രചിച്ചത്. നാരായണ ഗുരുസ്വാമി എന്ന പുസ്തകം രചിച്ചത് M.K. സാനു മാഷാണ്. അപ്പം നാരായണ ഗുരുസ്വാമി എന്ന പുസ്തകം രചിച്ചത് M.K. സാനു.
ഇനി മറ്റൊരു വ്യക്തി നമുക്ക് വീണ്ടും വരുന്നു, മൂർക്കോത്ത് കുമാരൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു മൂർക്കോത്ത് കുമാരൻ്റെ പ്രാധാന്യം എന്താണ്? മലബാറിൽ, വടക്കേ മലബാറിൽ ഗുരുവിൻ്റെ തത്വങ്ങൾ പ്രചരിപ്പിച്ച വ്യക്തികളിൽ ഒരാളാണ് മൂർക്കോത്ത് കുമാരൻ. ഒപ്പം 1927 ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ തലശ്ശേരി സ്ഥാപിച്ച വേണ്ടി മുൻകൈ എടുത്ത വ്യക്തിയും മൂർക്കോത്ത് കുമാരനായിരുന്നു. ഇദ്ദേഹമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം ആദ്യമായിട്ട് എഴുതിയ വ്യക്തി. ഓക്കെ. ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചത് ടി ഭാസ്കരനാണ്. അപ്പോൾ ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചത് ടി ഭാസ്കരനാണ്. അപ്പോൾ പറയാം, ഗുരു എന്ന നോവൽ രചിച്ചത് കെ സുരേന്ദ്രൻ, ഗുരുവിൻ്റെ ദുഃഖം എഴുതിയത് സുകുമാര അഴീക്കോട്, നാരായണം എന്ന നോവൽ രചിച്ചത് പെരുമ്പടവം ശ്രീധരൻ, നാരായണ ഗുരുസ്വാമി എന്ന പുസ്തകം രചിച്ചത് എം കെ സാനു, ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതിയത് മൂർക്കോത്ത് കുമാരൻ, ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചത് ടി ഭാസ്കരൻ, ശ്രീനാരായണ ഗുരു എന്ന പേരിൽ അദ്ദേഹത്തെക്കുറിച്ച് സിനിമ എടുത്തത് പി എ ബക്കർ എന്ന സംവിധായകനാണ്. അടുത്തത്, ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന് കൃതി രചിച്ചതാണ് കെ പി അപ്പൻ. ഓക്കെ. അപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന് കൃതി രചിച്ചത് കെ പി അപ്പനാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച മറ്റൊരു സിനിമയാണ് യുഗപുരുഷൻ. ഇത് സംവിധാനം ചെയ്തത് ആർ സുകുമാരൻ. അപ്പോൾ ഈ യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവായി അഭിനയിച്ച നടനാണ് തലൈവാസൽ വിജയ്. തമിഴ് നടനായ തലൈവാസൽ വിജയാണ് യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവായി അഭിനയിച്ചത്. 23 ഇന്ത്യൻ ഭാഷകളിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനം ചെയ്യുന്ന കൃതി. അപ്പോൾ 23 ഇന്ത്യൻ ഭാഷകളിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനം ചെയ്യുന്ന കൃതി എന്ന് പറയുന്നത് ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ആരായിരുന്നു ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചത്? ടി ഭാസ്കരൻ. അപ്പോൾ ഈ പുസ്തകമാണ് 23 ടി ഭാസ്കരൻ എഴുതിയ ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു എന്ന കൃതിയാണ് 23 ഇന്ത്യൻ ഭാഷയിലേക്ക് എന്ത് ചെയ്തത്? വിവർത്തനം ചെയ്തത്. അത്രയും മനസ്സിലായല്ലോ. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രശസ്തമായ വചനങ്ങളാണ് നമുക്ക് പരിചയമുണ്ടായിരുന്നു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക, മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്, ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. അത് ആത്മോപദേശ ശതകത്തിൽ നിന്നാണ്. ഇത് ഓർത്തുവച്ചിരിക്കണം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം എന്ന വരികൾ ആത്മോപദേശ ശതകത്തിൽ നിന്നാണുള്ളത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ജാതിമീമാംസ എന്ന കൃതിയിൽ നിന്നുള്ളതാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. അപ്പം ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. ഇതൊക്കെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രശസ്തമായ വചനങ്ങൾ. ഇതെല്ലാം ഒന്ന് ഓർത്ത് വെച്ചിരിക്കേണ്ടത് ആത്മോപദേശ ശതകത്തിൽ നിന്ന് എഴുത്തിയ വരികളും ജാതിമീമാംസ എന്ന കൃതിയിൽ നിന്നുള്ള വരികളും ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് പറയേണ്ടത് ആദ്യത്തെ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്കുലർ അവാർഡ് ജേതാവ്. അപ്പോൾ ആദ്യമായിട്ട് ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്കുലർ അവാർഡ് ജേതാവ് ആരാണ്? ശശി തരൂരാണ്. അപ്പോൾ ശശി തരൂരാണ് ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്കുലർ അവാർഡ് നേടിയത്. ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ നവി മുംബൈയിലാണ്. അപ്പോൾ നവി മുംബൈയിലാണ് ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത്. അപ്പോൾ വള്ളംകളി നമുക്കൊരു ടോപ്പിക്കായിട്ട് പിന്നീട് പഠിക്കാം. ഇപ്പം നമുക്ക് ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായൽ, കരുനാഗപ്പള്ളിയിലുള്ള കന്നേറ്റിക്കായലിലാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത്. അവിടെ തന്നെ വീണ്ടും ഒരു ബോട്ട് റേസ് അല്ലെങ്കിൽ വള്ളംകളി വരുന്നുണ്ട്. ശ്രീനാരായണ ജയന്തി ബോട്ട് റേസ്, മാറിപ്പോകരുത്. അപ്പോൾ ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായൽ കരുനാഗപ്പള്ളിയിലും, ശ്രീനാരായണ ജയന്തി ബോട്ട് റേസ് നടക്കുന്നത് കുമരകത്തുമാണ്. ഓക്കെ. ശ്രീനാരായണ ജയന്തി ബോട്ട് റേസ് നടക്കുന്നത് കുമരകത്തുമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ കൈതമുക്കിൽ. അപ്പോൾ കൈതമുക്കിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യ ഓപ്പൺ സർവകലാശാലയായ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാലയായ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യത്തെ വൈസ് ചാൻസലർ ഡോക്ടർ PM മുബാറക് പാഷയായിരുന്നു ആദ്യത്തെ സർവകലാശാല വൈസ് ചാൻസലർ. നിലവിൽ ഇപ്പോൾ വൈസ് ചാൻസലർ ഡോക്ടർ ജഗതി രാജ് VP ആണ്.
അപ്പം ആദ്യത്തെ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ PM മുബാറക് പാഷ. പിന്നീട് നമുക്കറിയേണ്ടത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആ ഒരു കാലഘട്ടത്തിലൂടെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമ്മൾ പലതും പറഞ്ഞതാണ്. ഇത് വിട്ടുപോയിട്ടുള്ളതും അല്ലാതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ പറയാം. 1881 ഇദ്ദേഹം അഞ്ചുതെങ്ങിൽ സ്കൂൾ സ്ഥാപിക്കുന്നുണ്ട്. 1887 അരുവിപ്പുറത്ത് സ്ഥിരതാമസം ആരംഭിച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു 1883 ആരെയാണ് കണ്ടുമുട്ടിയത് ഓർമ്മയുണ്ടോ? നമ്മുടെ ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയത് 1883 എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒന്ന് ഉറപ്പുവരുത്തുക. അത് കഴിഞ്ഞിട്ട് 1887 അരുവിപ്പുറത്ത് സ്ഥിരതാമസം ആരംഭിച്ചു. 1887 തന്നെ അരുവിപ്പുറത്ത് നമ്മുടെ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച കാര്യം നമ്മൾ ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞിരുന്നു. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടക്കുന്നു. 1898 ഇതിനു മുമ്പ് 1891 കുമാരനാശാനെ കണ്ടുമുട്ടുന്നതും 1895 ഡോക്ടർ പൽപുവിനെ കണ്ടുമുട്ടുന്നതും നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പഠിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം, അതായത് വാവൂട്ട് യോഗം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1898 വാവൂട്ട് യോഗം രൂപീകരിച്ചു. 1901 വരുമ്പോൾ തിരുവിതാംകൂർ സർക്കാർ സാമൂഹ്യ പരിഷ്കർത്താവും ആയും മതാചാര്യനായും പ്രഖ്യാപിച്ചു ഇദ്ദേഹത്തെ. പിന്നീട് 1904 ശിവഗിരി മഠം സ്ഥാപിച്ചു. തൊട്ട് മുമ്പ് 1903 നമുക്കറിയാം SNDP സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. 1904 തന്നെ മറ്റൊരു സംഭവം, കോടതി വ്യവഹാരങ്ങളിൽ നേരിട്ട് ഹാജരാകലിൽ നിന്നും ഇളവ് ലഭിച്ചു ഇദ്ദേഹത്തിന്. 1908 തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠ. 1910 കോഴിക്കോട് മംഗലാപുരം എന്നിവിടങ്ങളിലെ ക്ഷേത്ര പ്രതിഷ്ഠ. 1911 നാഷണൽ സെയിൻ്റായി ഇദ്ദേഹത്തെ പ്രഖ്യാപിച്ചു. 1912 ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ. അതിൽ 1908 നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ശിവഗിരിയിലെ ആശ്രമത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആശ്രമം സ്ഥാപിച്ചത് 1908 അതേ വർഷം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രമുണ്ട്. അപ്പോൾ 1912 വരുമ്പോൾ ശിവഗിരിയിൽ തന്നെ ശാരദാ പ്രതിഷ്ഠ. 13 ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. നമ്മൾ ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞതാണ്. 1913 അദ്വൈതാശ്രമം സ്ഥാപിച്ചു. 1915 പുലയ വിദ്യാർത്ഥികൾക്കായി മിശ്രഭോജനം നടത്തി. 1916 ആലുവയിൽ സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചു. ചെന്നൈയിൽ കാഞ്ചീപുരത്ത് ശ്രീനാരായണ സേവാശ്രമം സ്ഥാപിച്ചു. 1920 തൃശ്ശൂർ കാരമുക്ക് നിലവിളക്ക് പ്രതിഷ്ഠ അല്ലേ. അപ്പം നമ്മൾ ഇന്നലെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയിരുന്നത് നമ്മൾ വിളക്കമ്പലം, അതായത് കാരമുക്കിലെ വിളക്കമ്പലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് 1920 1924 ആലുവയിലെ സർവമത സമ്മേളനം. 1927 കണ്ണാടി പ്രതിഷ്ഠ. പിന്നെ അതുപോലെ പള്ളുരുത്തി SNDP യോഗം. ഗുരു അവസാനമായി പങ്കെടുത്ത പൊതുസമ്മേളനമാണ് പള്ളുരുത്തിയിലെ SNDP. അപ്പോൾ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. 1927 ഗുരു അവസാനമായി പങ്കെടുത്ത പൊതുസമ്മേളനം എപ്പോഴാണ്? പള്ളുരുത്തിയിലെ SNDP യോഗം 1927. 1928 അടുത്തൊരു സംഘടന വരുന്നുണ്ട്, ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ്. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനുവരി 9 1928 ആണ്. ഇതേ വർഷമാണ് ഗുരു സമാധിയാകും, സെപ്റ്റംബർ 20. ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഈ പറഞ്ഞ 1928 ജനുവരി 9 ആരംഭിച്ച ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ കുറച്ച് കാര്യം കൂടി. ആസ്ഥാനം ശിവഗിരി. അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്, ഈ ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് സ്വാമി ബോധാനന്ദ. സ്വാമി ബോധാനന്ദയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മീയ ശിഷ്യൻ എന്നൊക്കെ വിളിക്കാവുന്ന ഒരാളായിരുന്നു സ്വാമി ബോധാനന്ദ. ശരിക്കുള്ള പേര് വേലായുധൻ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചിരുന്നു. അപ്പോൾ ഈ 3 പാർട്ടും നന്നായി എന്ത് ചെയ്യുക, കാണുക, റിവൈസ് ചെയ്യുക. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. താങ്ക് യു.